ശ്രീത് പണിക്കർ, ഇവിടെ എന്താണ് പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായ 26 പേരുടെ ചോര കണ്ട വേദന കണ്ടവരാണ് നമ്മൾ പ്രതികാരം ചെയ്തത് ശരിയാവണ്ണം പ്രതികാരം ചെയ്ത് അതിനുവേണ്ടി മാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സിവിലിയൻ മേഖലയിലേക്ക് കടന്നു ചെന്നില്ല. നമ്മൾ കൃത്യമായി 9 തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് മാത്രം ആക്രമണം നടത്തി. അതിൻ്റെ കിങ് പിൻസിനെ ഇപ്പോഴും ഈ പഹൽഗാം തീവ്രവാദത്തിൻ്റെ പിന്നിൽ അവിടെ വന്ന് വെടിവെച്ച് വന്ന 4-5 പേർ എവിടെയാണെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ ശ്രീത് പണിക്കർ. കിങ് പിൻസിനെ നമ്മൾ കൊന്നു, നമ്മൾ പ്രതികാരം ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പാകിസ്ഥാൻ നിരന്തരം ഇങ്ങോട്ടേക്ക് അയക്കുന്നു. അതൊക്കെ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും പാകിസ്ഥാൻ്റെ ആ അങ്ങേയറ്റത്തെ എസ്കലേഷൻ, അങ്ങേയറ്റത്തെ പ്രൊവോക്കേഷൻ, അങ്ങേയറ്റത്തെ അധാർമികമായ പണികളിൽ ഒരു ഗ്ലോബൽ കണ്ടംനേഷൻ നമ്മൾ എവിടെയും കണ്ടില്ല കേട്ടോ ശ്രീത് പണിക്കർ. അതൊരു അമേരിക്കയും പറഞ്ഞിട്ടില്ല, ഒരു ചൈനയും പറഞ്ഞിട്ടില്ല, ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല. IMFൽ അവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ തോക്കുണ്ടാക്കാൻ, നമുക്കെതിരെ മിസൈൽ ഉണ്ടാക്കാനുള്ള പണം IMFൻ്റെ പണമല്ലാതെ പാകിസ്ഥാന് ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോകും ഒന്നുമില്ല. അവർ ഈ തീവ്രവാദ പ്രവർത്തനം റീറൂട്ട് ചെയ്ത് കൊടുക്കും. അതിൽ നമ്മൾ മാത്രം പുറത്തിറങ്ങി നിന്നു. അമേരിക്ക അടക്കമുള്ളവർ അതിനകത്തിരുന്ന് ആശീർവദിച്ച് ഈ പണം പാകിസ്ഥാന് കൊടുത്തു. F-16 മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ട്രംപ് 300 ചില്ലുവാനം ബില്യൺ കോടി വീണ്ടും കൊടുത്തായിരുന്നു അന്ന് പാകിസ്ഥാന്. അങ്ങനെ കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിച്ചു ശ്രീത് പണിക്കർ. എങ്കിൽ കൂടിയും ഇനി ആ മണ്ണിൽ നിന്നും നമ്മൾ നേരിട്ട 26 പേരുടെ ചോര പോലെ ഒന്നും ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഈ എപ്പിസോഡ് കൊണ്ട് സാധിച്ചോ? ഹാഷ്മി, അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാൻ ഒരു ഡിസൈസീവായിട്ടുള്ള ഒരു ബ്ലോ കൊടുത്തുവെന്നും ഇതിൽ വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ജയമുണ്ടായി എന്നും പറയുന്നതിനപ്പുറത്തേക്ക് ഭീകരവാദത്തിനെ തുരത്തുന്നതിന് വേണ്ടി, ആ രാജ്യത്ത് നിന്ന് ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ രാജ്യം എന്തൊക്കെ തരത്തിലുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഇനി നമ്മുടെ രാജ്യത്തിനോട് പുലർത്താൻ പോകുന്നത് എന്നതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്കറിയാമല്ലോ, DG മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ അടുത്ത ദിവസം 12-ാം തീയതി രണ്ടുപേരും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇന്ത്യ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പാകിസ്ഥാൻ എങ്ങനെയാണ് കാണുക, അതിനെ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള ലോങ് സീസ് ഫയറും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ടൊരു പ്ലാൻ ചോക്ക് ഔട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ ഔദ്യോഗിക ഗവൺമെന്റ് സോഴ്സുകളിൽ നിന്ന് തന്നെ വന്നിരുന്ന ഒരു കാര്യം, എനി ഫർദർ ആക്ട് ഓഫ് ടെറർ എന്ന് പറയുന്നത് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ എന്നാണ്. അതായത് എന്ത് തരത്തിൽ ഇനി ഒരു ഭീകരവാദ പ്രവർത്തനം ക്രോസ് ബോർഡറിൽ ഉണ്ടായാലും അത് നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യമായി തന്നെ, അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള ഒരു ഇൻവൈറ്റ് ആയി തന്നെ കരുതും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പാകിസ്ഥാന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വിജയം. കാരണം നമ്മുടെ മിലിറ്ററി ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു സീസ് ഫയറിന് പോകുന്നുണ്ടെങ്കിലും നമ്മൾ അതിനു മുമ്പ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിലൊന്നും തന്നെ നമ്മളിപ്പോൾ പിന്നോട്ട് പോയതായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അതെല്ലാം തന്നെ ഇൻഫോഴ്സ് ആണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഭേദഗതി വരുത്തുന്നില്ല. പിന്നെ മിലിറ്ററി ആയിട്ടാണെങ്കിൽ പോലും നമുക്കിതിലേക്ക് പോകുന്ന സമയത്ത് ഒരു ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. ആ ഒബ്ജക്റ്റീവ് നമ്മൾ പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഈ ഒരു സിറ്റുവേഷനിൽ ആർക്കാണ് ഒരു അപ്പർ ഹാൻഡ് എന്നതിനെ തീരുമാനിക്കാൻ. ഇപ്പൊ ഹാഷ്മി പറഞ്ഞതുപോലെ പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന 4-5 ടെററിസ്റ്റുകളുണ്ട്. ആ ടെററിസ്റ്റുകളെ കിട്ടിയോ, അവരെ കിട്ടേണ്ടതല്ലേ എന്നുള്ള കാര്യമെല്ലാം സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇന്ത്യ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റഡ് മിലിറ്ററി അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടേത് വാർ ഓൺ പാകിസ്ഥാൻ ആയിരുന്നില്ല, പക്ഷെ വാർ ഓൺ ടെറർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടെറർ കേന്ദ്രങ്ങളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുക. അവരുടെ ഇൻഡോക്ട്രിനേഷൻ സെന്ററുകളുണ്ട്, അവരുടെ ട്രെയിനിങ് സെന്ററുകളുണ്ട്, അവരുടെ ലോഞ്ചിങ് പാഡുകളുണ്ട്. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അത് നമ്മൾ അന്നേ തന്നെ അച്ചീവ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിൽ അതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് വന്നില്ല എങ്കിൽ അന്നുകൊണ്ട് അത് തീരുന്നതാണ്. കാരണം നമ്മൾ ആ ഓപ്പറേഷൻ നടത്തി 9 കേന്ദ്രങ്ങളെ നമ്മൾ ഭസ്മമാക്കി. അതിനുശേഷം നമ്മൾ പറയുകയും ചെയ്തു, ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ, നമ്മൾ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അഗ്രസർ ആരാണ്? ഒരിക്കലും ഇന്ത്യ അഗ്രസർ ആയിരുന്നില്ല. പിന്നീട് അഗ്രസർ ആയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ സിമിലർ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തീവ്രവാദികളുടെ ഹൈഡ് ഔട്ട് പ്ലേസുകൾ ഇല്ല എന്ന് ഓർക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനെ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് അവർ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, അവർ കോൺവെന്റുകളെ, ഗുരുദ്വാരകളെ ഒക്കെ ആക്രമിച്ചു, സ്കൂളുകളെ ആക്രമിച്ചു, പിന്നീട് ഒപ്പം തന്നെ നമ്മുടെ മിലിറ്ററി ബേസുകളെയും അവർ ആക്രമിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന രീതിയിൽ അതിനെ കാണാമെങ്കിൽ പോലും നമ്മൾ അവിടെ പുലർത്തിയിരുന്നത് അങ്ങേയറ്റത്തെ റെസ്ട്രെയിൻഡ് ആണ്. ഒരു പക്ഷേ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ നടപടിക്ക് വരും ദിവസങ്ങളിലാണെങ്കിലും കൂടുതൽ സ്വീകാര്യത കിട്ടാൻ സാധ്യതയുള്ളതും ഈ കാര്യത്തിലാണ്. കാരണം നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വരുന്ന സമയത്ത് ആവർത്തിച്ച്, അപ്പോൾ അത് 2 വനിതാ ഉദ്യോഗസ്ഥരാണെങ്കിലും വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിലും പറഞ്ഞിരുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന്
യുക്രൈനിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഒക്കെ തന്നെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അവിടെ കേട്ടിട്ടില്ലാത്ത ചില വാക്കുകളാണ്. ഒന്ന് റെസ്ട്രെയിൻഡ് എന്നാണ്, നമ്മൾ അങ്ങേയറ്റം മിതത്വം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആക്ഷന് പോയത്. രണ്ട് മെഷേർഡ്, നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി അളന്നു കുറിച്ചിട്ടുള്ള പ്രതികരണമാണ് നമ്മുടേത്. മൂന്ന്, പ്രൊപ്പോർഷനേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതായത് നമുക്ക് എത്ര കിട്ടി എന്ന് വെച്ചാൽ അതിന് പരിഹാരമായിട്ട് നമ്മൾ എത്ര ആഘാതം അങ്ങോട്ട് ഏൽപ്പിക്കണം എന്നതിനെ വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആണ് നമ്മൾ കൈകാര്യം ചെയ്തത്. 4, നോൺ എസ്കലേറ്ററി എന്നൊരു പദം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ നമ്മളത് കേട്ടതാണ്. അപ്പൊ നോൺ എസ്കലേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്രമിക്കുന്ന ടെറർ ഔട്ട്ഫിറ്റുകളെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന് തിരിച്ചുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഒരു മിലിറ്ററി ആക്ഷൻ ചെയ്യുന്നത്. ഒരിക്കലും അതൊരു യുദ്ധം എന്ന രീതിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നും പാകിസ്ഥാൻ ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞാണ് ഇന്നും വ്യോമിക സിംഗ് ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചൊരു വാക്ക് റെസ്പോൺസിബിൾ എന്നതാണ്. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കൊളാറ്ററൽ ഡാമേജിനെ പരിമിതപ്പെടുത്താവുന്നത്, ഒഴിവാക്കാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം ആക്രമണം ഏൽപ്പിക്കുക, പ്രഹരം ഏൽപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി വാർഫെയറിലേക്കാണ് നമ്മൾ പോയത് എന്നതിനെയും ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മളത് ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സമയത്തും കാർപ്പറ്റ് ബോംബിങ്ങിന് ഇന്ത്യ പോയിട്ടില്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ ഇന്ന് കോൺഫ്ലിക്റ്റിലുള്ള വിവിധ ലോകരാജ്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയാണ് ഒരുപക്ഷെ ഒരു സൈനിക നടപടിയുമായി മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. ഇപ്പൊ വലിയ എന്താണ് ഒരു സമാധാനത്തിന്റെ ദൂതനായിട്ടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ അവതരിക്കുന്ന സമയത്തും നമ്മൾ ആലോചിക്കേണ്ടത് ഈ തരത്തിലുള്ള റെസ്ട്രെയിൻറ്റോ നോൺ എസ്കലേറ്ററി മെഷേഴ്സോ ഒന്നും തന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ള അധികാര പരിധിയും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇവരാരും തന്നെ പ്രയോഗിച്ചിട്ടുള്ളതല്ല. അപ്പൊ നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് നമുക്ക് ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ആ ടാക്ടിക്കൽ ഒബ്ജക്റ്റീവ് പൂർണ്ണമായിട്ട് നമ്മൾ അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഒപ്പം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അടി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 8-ലധികം പാകിസ്ഥാനി എയർബേസുകളെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇന്ന് സർഗോദ എയർ സ്പേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സർഗോദ എയർ സ്പേസുമായി ബന്ധപ്പെട്ട് വാർ അനലിസ്റ്റുകളൊക്കെ തന്നെ, അതും വിദേശത്ത് നിന്നുള്ള വാർ അനലിസ്റ്റുകൾ ഉൾപ്പെടെ ഏപ്രിലിൽ എടുത്തിരിക്കുന്ന ചിത്രവും മെയ്യിൽ എടുത്തിരിക്കുന്ന ചിത്രവും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ കാണുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർഫോഴ്സിന്റെ സ്റ്റേഷനായിരിക്കുന്ന സർഗോദയിലെ റൺവേയിലൊക്കെ തന്നെ ഇപ്പൊ കിണറുകൾ പോലത്തെ കുഴികളാണ്. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും കൂടുതൽ JF-17 അല്ലെങ്കിൽ F-16 ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ ലോഞ്ച് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ നിർവീര്യമാക്കുന്നു. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു. പാകിസ്ഥാന്റേത് അതിന് 7 അയലത്ത് വരില്ല എന്ന് നമ്മൾ തെളിയിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിലിറ്ററി മൈറ്റ് ഒരു സുപ്പീരിയോറിറ്റി അത് പ്രൂവ് ചെയ്തു എന്നുള്ള നേട്ടവുമുണ്ട്. അപ്പൊ ഞാൻ കരുതുന്നത് സുദീർഘമായ കാലത്തിന് ശേഷം 99-ന് ശേഷം ഒരു ഫുൾ ഫ്ലെജ്ഡ് ഓപ്പറേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള നമ്മുടെ വിവിധ പുതിയ സന്നാഹങ്ങളെല്ലാം തന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ അത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണിക്കുകയും ചെയ്തു. ഒപ്പം പാകിസ്ഥാന്റെ നുണകളെയും നമ്മൾ പൊളിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, 26 സ്ട്രാറ്റജിക് സൈറ്റുകളിലാണ് പാകിസ്ഥാൻ ഇവിടെ ആക്രമണം നടത്തിയത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ തന്നെ കൺഫേം ചെയ്യുകയാണ്. ഇപ്പോൾ ഉധംപൂരില്, പഠാൻകോട്ടില്, ആദംപൂരില്, ഭുജില് ഒക്കെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രഹരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നും ലിമിറ്റഡ് ആയിട്ടുള്ള നഷ്ടം നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. പക്ഷെ പാകിസ്ഥാൻ എന്തിനാ പോയത്? നമ്മുടെ 5 ജെറ്റുകളെ വീഴ്ത്തി, റഫാലിനെ വീഴ്ത്തി എന്നൊക്കെ പറയുകയും അതിന് തെളിവ് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറയുകയും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പറയുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷെ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് ഇപ്പോൾ സിയാൽകോട്ടിലെ, പസ്രൂരിലെ ഒക്കെയുള്ള റേഡാർ ബേസസിനെ നമ്മൾ ഇല്ലാതെയാക്കി, ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇല്ലാതെയാക്കി, കമാൻഡ് കൺട്രോൾ സെന്ററിനെ ഇല്ലാതെയാക്കി, റേഡാർ ഇൻസ്റ്റലേഷൻസിനെ ഇല്ലാതെയാക്കി, വെപ്പൺ സ്റ്റോറേജ് സൈറ്റുകളെ ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനെയാണോ ഉദ്ദേശിച്ചത് അതിനെ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചു. ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി മൈറ്റ് അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കമ്പാരിസൺ ഒരു ഹിമാലയോ ഒരു മുട്ടക്കുന്നും പോലെയോ ഒരു ആനയും ഒണ്ണാനും പോലെയൊക്കെ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും.